റിവീൽഡ് മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ എടുത്തതിൻ്റെ തുടർമാനമായ ഒരു ഭാഗം കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. നാം അതേക്കുറിച്ച് ചിന്തിച്ചു. എന്നാൽ ഇന്ന് അതിൻ്റെ ഒരു തുടർമാനമായ ഒരു പാർട്ടൂടെ അതിനകത്തുണ്ട്. കർത്താവ് അവനോട് പറയുന്നൊരു ഭാഗമുണ്ട്. ഞാനിത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അത് നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്കും അത് അനുഗ്രഹമാകട്ടെ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത്, ഉടനെ അവൻ ശുദ്ധമാണ്. യേശു അവനോട് പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 8:4, ആരോടും പറയരുത്, അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കൽപ്പിക്കും. യേശു അവനോട് പറയും, നോക്കൂ, ആരോടും പറയരുത്. നമ്മളൊന്നും ചിന്തിക്കത്തില്ലയോ? ഒരു സൗഖ്യമായി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്തോ ചിന്തിക്കുന്നത്, മറ്റുള്ളവരോട് പറയാനല്ലേ നാം ആഗ്രഹിക്കുന്നത്. കർത്താവ് യേശു ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവർക്ക് സാക്ഷ്യത്തിനായി. അപ്പം നമ്മൾ പറയുന്നത് എന്തോ, മറ്റുള്ളവർക്ക് സാക്ഷ്യത്തിനല്ലേ? സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച് വഴിപാട് കഴിക്കുക. അപ്പം അന്ന് അങ്ങനെ സൗഖ്യമാകുന്നവരെ സൗഖ്യമായതിന് അന്നൊരു നിയമമുണ്ട്. യേശു വന്ന ന്യായപ്രമാണ കാലഘട്ടത്തിലാണ്. യേശുവിൻ്റെ മരണപുനരുദ്ധാനത്തിലൂടെയാണ് കൃപായുഗത്തിലേക്കുള്ള കൈമാറ്റങ്ങൾ നടക്കുന്നത്. അതിന് രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് കഴിഞ്ഞാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, മനുഷ്യപുത്രൻ പ്രമാണങ്ങളെ അഴിപ്പാനല്ല വന്നേ, നിവർത്തിപ്പാൻ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സാക്ഷ്യം വെളിപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നാം വിശ്വസിക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു ദൈവപ്രവൃത്തി, അങ്ങനെ ഒരു സാക്ഷ്യം അവിടെ 100% പരിശുദ്ധാത്മാവിൽ അവിടെ വെളിപ്പെടുമെന്ന് അവർക്ക് ആ വ്യക്തികൾക്കറിയാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മേലൊരു സൗഖ്യം നടന്നെന്ന് ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധമാണെന്ന് നമ്മൾ കൊട്ടിഘോഷിക്കേണ്ട. അവിടെ ചെല്ലുമ്പോൾ പുരോഹിതൻ സർട്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ പറയുന്ന പോലെ ഡോക്ടർ പറയാം, ഇനി ആ ക്യാൻസർ ഇല്ല, ഇനി ആ രോഗങ്ങളില്ല, നിങ്ങൾ സൗഖ്യമായിരിക്കും, നിങ്ങൾക്കിനിയും യു ഹാവ് നോ മോർ എനി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. അതാ കർത്താവ് പറഞ്ഞു, നീ ആരോടും പറയണ്ട. കാരണം നീ പറഞ്ഞാൽ പോലും പലരും വിശ്വസിക്കത്തില്ല. മനസ്സിലായോ വചനത്തിൻ്റെ വെളിപ്പാട്? അപ്പോൾ ദൈവം പറഞ്ഞു, ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന്, ഒരു ശുശ്രൂഷയ്ക്ക് വന്നു, നിങ്ങളവിടെ പെട്ടെന്ന് സൗഖ്യമായി. നിങ്ങളവിടെ സൗഖ്യമായതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം, അതവിടെ ഉണ്ടോ ഇല്ലയോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തിയുണ്ട്. ഇന്നും അത് നടക്കുന്നു. നാം വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നാം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതുകൊണ്ട് ഒന്നിലും അധൈര്യപ്പെടാതെ ധൈര്യത്തോട്, കാരണം അവിടെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ കർത്താവ് അങ്ങനെ പറയുമ്പോൾ നാം അനുസരിക്കാനും തയ്യാറാണ്. ഉടനെ നമുക്ക് പെട്ടെന്ന് മറ്റുള്ളവരോട് പറയണമെന്നൊരു താല്പര്യമാണ്. പക്ഷെ നാം അനുസരിക്കുമ്പോൾ അതിനകത്തൊരു അനുഗ്രഹമുണ്ട്, ഒരു അത്ഭുതമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.